മുഹറം മാസം ഒരു ആഘോഷത്തിന്റെ മാസമായിട്ടാണ് ഇവർ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിന്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. റോട്ടിൽ പോകുന്ന ആളുകൾക്കൊക്കെ വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മെയിൻ കവാടം വരുന്നത് ഇങ്ങനെ ഒരു കൗണ്ടർ വെച്ചിട്ട് പോകുന്ന എല്ലാ ആളുകളെയും ഈ ഒരു ആഘോഷവേളയിലേക്ക് ഇവര് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെന്നൈ നഗരത്തിന്റെ അണ്ണാസേൽ എന്ന് പറയുന്ന ഒരു ടൗണിലാട്ടെ ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഇവിടുത്തെ ടൗണുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഒരു പാലം വരുന്നുണ്ട്, റോഡ് സൈഡിലെ ടൗൺ ഇങ്ങനെയാണ്, ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ. ഈ ഒരു പള്ളി വരുന്നത് ചെന്നൈൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ആയിട്ടാണ് കേട്ടോ. ഏകദേശം 1810 നിർമ്മിച്ച പള്ളിയാണ്. 1008 പള്ളി എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. മാലിക്കിനോടൊക്കെ നിർത്തിയിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ മക്ബറകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ മൊത്തം മക്ബറകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. 1008 പള്ളി എന്ന് പറയുന്ന ഈ ഒരു പള്ളി ഉണ്ടല്ലോ, ഇത് ഏകദേശം 3 ഏക്കറയിലാണ് കേട്ടോ പരന്ന് കിടക്കുന്നത്. ഈ ഒരു ഏരിയയിലായിട്ട് സ്റ്റഡി സെൻറ്റർ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിലുള്ള ഈ ഒരു പള്ളി പുതുതായിട്ട് നിർമ്മിച്ചതാണ്. അതിൻ്റെ ബാക്കിലായിട്ടാട്ടോ നമ്മൾ ആ പറഞ്ഞ പഴയ പള്ളി ഉള്ളത്. ഈ ഒരു ഏരിയ നിന്നാട്ടെ നമ്മൾ കടന്നു വരേണ്ടതായിട്ടുള്ളത്. കോർഡിനേഷൻ സെൻറ്ററോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു പുതിയ പള്ളീനൊക്കെ അറബി ലിപികൾ കൊണ്ട് ഒരുപാട് അലങ്കരിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന 1008 എന്ന് പറയുന്ന ഈ ഒരു പള്ളി കാണുന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു മക്ബറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഷിയാക്കളാണ് കേട്ടോ ഈ ഒരു പള്ളിയെ നിയന്ത്രിക്കുന്നതും. നമ്മളിന്നുള്ളത് ചെന്നൈയിലെ 1008 എന്നറിയപ്പെടുന്ന വലിയൊരു പള്ളിയിലാണ് കേട്ടോ. ഒരുപാട് സുവിശേഷങ്ങൾ അടങ്ങിയ ഈ ഒരു പള്ളിയുടെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ചെന്നൈ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 1008 എന്നറിയപ്പെടുന്ന ഈ ഒരു പള്ളി ഏകദേശം 1000 വിളക്കുകൾ കൊണ്ട് മുഹറം 10 ഇവിടെ ദീപം തെളിയിച്ച പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇത് പരിപാലിക്കുന്ന ഷിയാക്കൾ മുഹറം 10 എന്ന് പറയുന്ന ഈ ഒരു ദിവസം ഭയങ്കരമായിട്ട് വിശേഷത നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ. ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ മെയിനായിട്ടൊരു കവാടം വരുന്നുണ്ട്. ഈ കവാടത്തിൻ്റെ അകത്ത് വലിയൊരു ഹോളാണ് കേട്ടോ. ഈ ഹോളിൽ ആണുങ്ങൾക്ക് പ്രാർത്ഥിക്കാനും പരിപാടികൾ കാര്യങ്ങളൊക്കെ നടത്താനായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ആ കാണുന്ന മേലെ ഭാഗത്തായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള നിർമ്മിതികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലൂടെ എൻട്രൻസ് വരുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പുകൾ കയറിയിട്ടുള്ള ഈ ഒരു പഴയകാല പള്ളിയെ പുനർനിർമ്മിച്ചപ്പോൾ പഴയകാല പള്ളിയിൽ വരുന്ന ഒരുപാട് സാധനങ്ങൾ ഇവർ ഈ ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തൂണൊക്കെ അങ്ങനെയാണ്. ഈ തൂണൊക്കെ ഇതിൽ നെട്ട് ബോൾട്ട് വെച്ചിട്ടാട്ടോ ഫിക്സ് ചെയ്തിട്ടുള്ളത്. 2 നിലകൾ വരുന്ന ഈ ഒരു പള്ളിയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ആ ഒരു ഏരിയയിൽ ഇരുന്നിട്ടാണ് മെയിനായിട്ടുള്ള ആളുകൾ പ്രസംഗം കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നടത്തലിട്ടാ. ഇപ്പോൾ ഈ കാണുന്ന പള്ളിയിൽ ഈ കറുപ്പ് കാര്യങ്ങളൊക്കെ മെയിനായിട്ട് കൊണ്ടുവരാനുള്ള കാരണം മുഹറം 10 ആ ഒരു സുവിശേഷത മനസ്സിലാക്കിക്കൊണ്ടാണ് കേട്ടോ. മുഹറം 10 എന്ന് പറയുന്നത് ഇവർക്ക് ഇവിടെ ഒരു ആഘോഷമാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുവഴി പോണ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. 1810 ഒരു പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത്. ഏരിയയിലായിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു കവാടത്തിന് മേലായിട്ട് ഇതുപോലത്തെ അറബി ലിപികളിൽ എഴുതിയിട്ടുള്ള ഒരു ഫ്ലെക്സ് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയക്ക് ഇങ്ങനെ കയറുമ്പോൾ ഇങ്ങനൊരു കോണി വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഏരിയയിലേക്കും നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഈ ഏരിയക്ക് പോകുമ്പോൾ അവിടെ ഒരു മസ്ജിദിൻ്റെ നിർമ്മിതി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ഏരിയയിലേക്ക് പോവാം. ഈ ഒരു ഏരിയയിൽ ഇതുപോലത്തെ ഒരു എൻട്രൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ചെന്നൈയിലെ അണ്ണാസുലൈ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു മേൽഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. താഴത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഹോള്, അതായത് നമ്മൾ ആദ്യം കാണിച്ച ഹോളാണ് ഈ കാണുന്നത്. പിന്നീട് നമുക്ക് മേലെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലത്തെ രൂപങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. വൈറ്റ് തുണികൾ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. ഇന്നലെ വന്നപ്പോൾ ഇവിടെ പൂക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കൈപ്പത്തിയുടെ ചിഹ്നം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതുപോലത്തെ ഒരു സ്വർണ്ണ തളികയിൽ ചെയ്തിട്ടുള്ള ഒരു പള്ളിയുടെ രൂപം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിന് നേരെ ബാക്കിലായിട്ട് അറബി ലിപികൾ കൊണ്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് കാണുന്നുണ്ട്. ഒരു സൈഡിലേക്ക് വരും ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇരിക്കാം, പ്രാർത്ഥിക്കാം, ഇങ്ങനെയൊക്കെയുള്ള സംവിധാനത്തിനുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇതിനൊക്കെ സ്ഥാപകൻ എന്ന് പറയുന്നത് വാബ് ഉംദത്തുൽ ഉംറ എന്ന വ്യക്തിയാണ് കേട്ടോ അതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആ ഒരു വ്യക്തിയാണ്. 1810 നിർമ്മിതിയാണ് കേട്ടോ ഈ ഒരു പള്ളി. അങ്ങനെ നമ്മൾ തിരിച്ച് ഇവിടേക്ക് തന്നെ വരേണ്ടതായിട്ടുണ്ട്. പിന്നീട് നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു മസ്ജിദിൻ്റെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു ഏരിയയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു രൂപത്തിലുള്ള ഒരു ഹോളിലേക്കാണ് എത്തുക. ഇവിടെ ഒരുപാട് ഫോട്ടോകൾ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. പഴയകാല നിർമ്മിതിയിലുള്ള ഫോട്ടോസ് കാര്യങ്ങളെല്ലാം കാണാട്ടെ നമുക്ക്. ഈ ഒരു പള്ളി മുസ്ലിങ്ങൾക്ക് പൊതുവായ ഒരു മസ്ജിദും ഷിയാക്കൾക്ക് ഇതൊരു ആരാധനാലയവുമാണ്. മുഹറം മാസത്തിലാണ് ഇവിടെ കൂടുതലായിട്ട് ആഘോഷങ്ങളും കാര്യങ്ങളും ഉണ്ടാകാറ്. ഏകദേശം ഉൾഭാഗം കാര്യങ്ങളൊക്കെ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ. ഇവിടെയും ഇതുപോലൊരു പള്ളി
അപ്പോൾ ഒരു പള്ളിയുടെ നിർമ്മിതി കാണുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ രൂപം കിടക്കുന്ന ഈ ഒരു പള്ളിയുടെ ഉള്ളിലായിട്ട് വേറെ ഒരു നിർമ്മിതി, പുറത്തിങ്ങനെ വേറൊരു കവാടം ചെയ്തിട്ട് അങ്ങനെ ഉള്ളിലായിട്ട് വേറെ പ്രത്യേകതരം പട്ടുവസ്ത്രത്തിൽ പൊതിഞ്ഞൊരു രൂപം ചെയ്തിട്ടുണ്ട്. ഇത് പറയേണ്ടത് ഖുർആനിലെ പല ലിപികളും ഇവർ എഴുതി ചേർത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. മൊത്തത്തിൽ ഖുർആൻ്റെ ആയത്തുകളും ഏടുകളും ഇവിടെ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ഏരിയയിലെ ഒരു നിർമ്മിതിക്കുള്ളിലേക്ക് പോകാം. അവിടെ എന്താണെന്നുള്ളത് നോക്കട്ടെ. ഔട്ടർ ലുക്ക് വരുന്നത് ഈ ഒരു രൂപത്തിലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അറബി ലിപികൾ കൂട്ടി വെച്ചിട്ടുള്ളൊരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെയാണ് കേട്ടോ അവിടുത്തെ ഒരു ഏരിയ. ഇതിൻ്റെ ഉൾഭാഗത്തും ഇതുപോലത്തെ ഒരു നിർമ്മിതി ചെയ്ത് വെച്ചിട്ടുണ്ട്. അറബി ലിപികൾ കൊണ്ട് ചുമര് മൊത്തം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ അറകളൊക്കെയാണ് വരുന്നത്, മരത്തിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലുള്ള ഈ ഒരു രൂപം ഏകദേശം മക്കയുടെ രൂപത്തിലും ഈ ഒരു ഏരിയയിലുള്ള ഈ ഒരു നിർമ്മിതി മദീനയുടെ രൂപത്തിലാണ് ഇട്ടുള്ളത്. 1000 വിളക്ക് മസ്ജിദ് 100 വർഷത്തേക്ക് മുന്നാടി லைட் இல்லைல்ல விளக்கு அதனால இந்த பேர் இந்த ஏரியாவுக்கே பேர் வந்து இந்த மசூதி தான். 1000 விளக்கு மஸ்ஜிதுன்னு சொல்லுவாங்க. ஃபேமஸான மசூதி 1000 விளக்கு. ஹிஸ்டரி இது கட்டி 105 வருஷம் ஆச்சு. பில்டிங் கட்டிருக்கு. இதுக்கு முன்னாடி சின்னதாக இருந்துச்சு. இது கட்டி 105 வருஷம் ஆச்சு. இது வந்து இது பேர் அஷோஃபானா சொல்லுவாங்க. அஷோஃபானா இது என்னன்னாக்கா ப்ராஃபிட் முகமது இருக்காங்க இல்லையா, அவரோட பேர் இமாம் ஹுசைன். ஈராக்கில் கர்பலா இருக்குது அவங்க மசார், அவங்க துர்பத் அந்த மாதிரி இங்கே செஞ்சு வச்சுருக்கோம். டெய்லி யாரும் அங்கே டெய்லி போக முடியாது இல்லையா ஈராக். ஸோ இங்கே வந்து ஜியாரத் பண்ணுவாங்க. മുഹറം മാസത്തിൽ വിശേഷ ദൗത് இருக்கா? துக்க மாதம் அது துக்க மாதம். இந்த முஸ்லிம்களை ஷஹீத் பண்ணிட்டாங்க இல்லையா இஸ்லாத்துக்காக, அவங்க ஷஹீத் பண்ணுவாங்க. துக்கம் இங்கே பாடிப்போம், பயான் செய்வோம், மஜ்லிஸ் நடக்கும். அதுக்கு தான் ஃபுള്ള് കറുപ്പ് പോട്ടിருக்கு. ദുഃഖക്ക് കറുപ്പ്. 100 വർഷങ്ങൾക്ക് മുന്നേ ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഇവിടെ 1000 വിളക്കുകൾ വെച്ചിട്ട് മുഹറം മാസം 10-ന് ചെയ്തിരുന്നു എന്നുള്ളതാണ് കേട്ടോ ഇവിടുത്തെ ഹിസ്റ്ററി. वो आइडियल्स हैं, वो नमूने अमल हैं कि जो तुम्हें तुम्हारी ज़िंदगी का मकसद बताते हैं. നമ്മുടെ ചിത്രീകരണത്തിൽ വരുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.